ഈ മാസം 2-ന് കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ അവിനാഷിനെയും സുഹൃത്തുക്കളെയും റാഗ് ചെയ്തുവെന്നാണ് ആരോപണം. സീനിയർ വിദ്യാർത്ഥികളായ 8 പേരും പഠനം പൂർത്തിയായ ഒരാളുമടക്കം 9 അംഗ സംഘമായിരുന്നു റാഗിംഗിന് പിന്നിലെന്ന് അവിനാഷ് പറയുന്നു. 6 മണിക്കൂറോളം പൂർണ്ണ നഗ്നരാക്കി വിവിധ വ്യായാമമുറകൾ ചെയ്യിപ്പിച്ചു. ശേഷം നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായാണ് അവിനാഷ് പറയുന്നത്. സിറ്റപ്പ്, പുഷപ്പ്, നിലത്തോടെ ഇഴയുക, ചാടിക്കുക, ഓടിക്കുക, ഇതന്നെ. എന്നിട്ട് വെള്ളമൊക്കെ ചോദിക്കുമ്പോ ഒരടപ്പില് ഇത്ര ഇതില് വെള്ളം തരും. എല്ലാരും നിർബന്ധപൂർവ്വം മദ്യം കഴിപ്പിച്ചു. 9 തൊട്ട് 3 മണി വരെ ഇതന്നെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കട്ടെ. വീട്ടിലെത്തിയ ശേഷം ശാരീരിക അസ്വസ്ഥത കണ്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വൃക്കകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിർബന്ധിച്ചു കുടിപ്പിച്ച മദ്യത്തിൽ വിഷാംശം കലർന്നിരിക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞു. വിഷാംശം മാറ്റാൻ ഡയാലിസിസിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. സംഭവത്തിൽ 7 പേർക്കെതിരെ കോട്ടയം ചിങ്ങവനം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മീഡിയ 1 തൃശൂർ.